പ്രവാചകന്റെ സുന്നത്ത് അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് ഈ മലയാളക്കരയിലെ ഏറ്റവും ചെലവുള്ള വീടാരുടേതാ? ഈ മലയാളക്കരയിലെ കേരള സംസ്ഥാനത്തിലെ കോടികൾ ചെലവഴിച്ച ഈ കേരള സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ വീടിന്റെ ഉടമയാരാ? ഈ പ്രവാചകന്റെ അനുയായികൾപ്പെട്ടൊരു മനുഷ്യരല്ലേ, പേര് ഞാൻ പറയുന്നില്ല. ആ പ്രവാചകൻ കൊളുത്തി തന്ന ലാളിത്യത്തിന്റെ പ്രതീകം എവിടെ പോയി? പ്രവാചകൻ കൊളുത്തി തന്ന ആ എളിമയുടെ പ്രത്യാശയുടെ കിരണങ്ങൾ എവിടെ പോയി? ആ പ്രവാചകന്റെ വ്യക്തിത്വത്തിന്റെ പ്രകാശം എന്ത്? എന്റെയും നിന്റെയും ജീവിതത്തിന്റെ വെളിച്ചമാകുന്നില്ല. रोशनी तुझको खत्म पयंबरी तुझको पैद सिवा कोई वो यकीन किसी की मजाल है सल्लू अलैहि व आलिही सल्लू अलैहि व आलिही पर बहर में तेरी रोशनी तुझको खत्म पयंबरी तुझको पैद सिवा कोई ആ പ്രവാചകൻ കൊളുത്തി തന്ന വെളിച്ചം അള്ളാന്റെ പ്രവാചകൻ ഈ ലാളിത്യത്തോടെ ജീവിക്കുമ്പോ കോട്ടകൊത്തളങ്ങളിൽ കിടന്നുറങ്ങുന്ന ശീതീകരിച്ച റൂമിലേക്ക് ഒരു കൊതുകിന് പോലും കടന്നു വരാത്ത രീതിയിൽ ശീതീകരിച്ച കോൺക്രീറ്റിന്റെ സൗധങ്ങളിൽ കടന്നുറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരകളിൽ അന്തി ഉറങ്ങാൻ കഴിയാതെ അനേകായിരങ്ങൾ വിറക് കൊള്ളികളെ പോലെ കടത്തിണ്ണകളിൽ വിറങ്ങലിച്ച് കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, നിങ്ങൾ കിടന്നുറങ്ങുന്നത് ഏത് വേട്ടിയ കോൺക്രീറ്റ് സൗധങ്ങളിലാ? റിക്ഷാവണ്ടി വലിച്ച് വലിച്ച് തളർന്ന് ചുമ ബാധിച്ചിട്ട് സ്വന്തം ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ പുററിഞ്ഞു നിൽക്കുന്ന പാവപ്പെട്ട പെമ്മക്കളെ കെട്ടിക്കാൻ പള്ളിക്കോലാകളിൽ തുണി വിരിക്കുന്ന ആയിരക്കണക്കിന് പിതാക്കന്മാര് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോ ആ വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകിട കളിക്കുന്ന ഉത്തമ സമുദായത്തിന്റെ പ്രിയപ്പെട്ട അംഗങ്ങള്, വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകിട കളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, ഫൈന ശരീഅത്തു മുഹമ്മദിയ്യ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എവിടെ? എനിക്കും നിങ്ങൾക്കും സ്വർഗ്ഗത്തിൽ പോണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എടുക്ക. കദം കദം സുന്നത്തേ റസൂൽ പർ ചലോ, ഓരോ കാലടിയും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എടുക്ക. ഇതിലാ ദലീല അല തരീഖി ഇലല്ലാ ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ ഇതിലാ ദലീല അല തരീഖി ഇലല്ലാ ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ. അല്ലാഹുവിനെ അറിയാനും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എത്താനും ആ പ്രവാചകൻ അനുധാവനം ചെയ്യാതല്ലാതെ മറ്റൊന്നുമില്ല. സ്വന്തം മക്കളെ 100 പവൻ വെച്ച് കെട്ടിച്ചു വിടാനും വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകിട കളിക്കാനും ഈ സമൂഹം കാണിക്കുന്ന വ്യഗ്രത. അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് എവിടെ പോയി? ഫാത്തിമത്തു സഹറ എന്ന പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ പ്രവാചകൻ കൊടുത്ത സ്ത്രീധനം എത്രയാ, മഹർ എത്രയാ, പ്രവാചകൻ കൊടുത്ത വീടിന്റെ ഏക്കർ എത്രയാ? നമ്മുടെ മുന്നിലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീർണതകൾക്കെതിരെ ജിഹാദ് മുടക്കുമ്പോൾ വിവാഹത്തിന്റെ സദസ്സുകളിൽ നടത്തപ്പെടുന്ന ധൂർത്തിന്റെയും ആർഭാടത്തിന്റെയും അനാവശ്യത്തിന്റെയും അതിര് കവിയുടെയും ഏറ്റവും വലിയ ജീർണതകൾ ഈ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടേയിരിക്കുന്നു. അള്ളാന്റെ പ്രവാചകൻ ഈത്തപ്പന മരത്തിന്റെ മടലിൽ കടന്നുറങ്ങുമ്പോഴും ഈ പ്രവാചകന്റെ അനുയായിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചെലവുള്ള വീടിന്റെ ഉടമ, അല്ലേ? കേരള സംസ്ഥാനത്തിലെ 40 കോടി രൂപ വെച്ച് മുടക്കിയ വീടിന്റെ ഉടമയാരാ? ഉത്തമ സമുദായത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആള്. പേരൊന്നും ഞാൻ പറയുന്നില്ല, പത്രം വായിക്കണവർക്കറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ പ്രവാചകന്റെ ഫൈന ശരീഅത്തു മുഹമ്മദിയ്യ, പ്രവാചകന്റെ ശരീഅത്ത് എവിടെ പോയി? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീഅത്ത് എവിടെ പോയി? സുന്നത്ത് എവിടെ പോയി? എവിടെ പോയി? വിവാഹ ചന്തയിൽ എന്തൊക്കെ ആർഭാടങ്ങളാ വിവാഹങ്ങളിൽ. ഇവിടെ വിവാഹം നടക്കുന്ന അവിടെ വീടുകളിൽ, ആഡിറ്റോറിയത്തിൽ അല്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ കൂടുതലും വീടുകളിലാണ് വിവാഹം നടക്കുക. ഇവിടെ ആഡിറ്റോറിയത്തിൽ ചെന്ന് പോണം, മാണും പെണ്ണും കൂടിക്കലർന്ന്. ഇപ്പം നിങ്ങൾ പോയി വേളാവൂര് പള്ളിയുടെ ഇതിന്റെ മുന്നിൽ വഴുത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന എല്ലാ പെണ്ണുങ്ങളെ ഒന്ന് നോക്കി കണ്ടാ റാബിയത്തിൽ അദവിയാടെ കൊച്ചാപ്പാടെ മക്കളാന്ന് തോന്നും. എല്ലാത്തിനും മക്കനുണ്ട്, പർദ്ദയുണ്ട്, പർദ്ദേന്റെ മേൽ പർദ്ദയുണ്ട്. പക്ഷെ ഇതുങ്ങളെയൊക്കെ ആഡിറ്റോറിയത്തിൽ വെച്ച് കാണണം, ഏതോ മദാമയുടെ അനിയത്തിയാന്ന് തോന്നും. കണ്ട വഴുത് കേൾക്കാൻ വേണ്ടി വരുമ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കും പർദ്ദയുണ്ട്. ഏത് പെണ്ണുങ്ങൾ ഒരു പർദ്ദ മേടിച്ചു വെച്ചിരിക്കും, കാരണം ആരെങ്കിലും മരിച്ചാൽ കാണാൻ പോകാനും വധുവിന് പോകാനും. ഇപ്പൊ എല്ലാവരും റാബിയത്തുൽ അദവിയാടെ അടുത്ത ആളുകളാ. പക്ഷേ ഇതിങ്ങളുടെ നേരെ സ്വഭാവം അറിയണമെങ്കിൽ ആഡിറ്റോറിയത്തിൽ പോകണം, ഇല്ലേ? ആഡിറ്റോറിയത്തിൽ പോയാൽ സാനിയ മിർസ പുതിയ അവതാരം. സാനിയ മിർസ ഇട്ട് അതേ മൂക്കുത്ത് വേണം. ഇനിയിപ്പോ സാനിയ മിർസ ആണേലും കൊള്ളാം, താലിദ മിർസ ആണേലും കൊള്ളാം.
ഞാനോർത്ത് ഈ സാനിയ മിർസ എന്ന് പറഞ്ഞ പെണ്ണിന് മാത്രം പത്രത്തിൽ ഇത്രത്തോളം കവറേജ് കിട്ടുന്ന എന്താ? സാനിയ മിർസ എല്ലായിടത്തും ഒരു തരംഗവാ. ആരോ പറഞ്ഞു സാനിയ മിർസയോട് ടെന്നീസ് കളിക്കുമ്പോൾ മര്യാദയ്ക്ക് തുണി ഉടുത്തിട്ട് കളിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഇസ്ലാമിക ശരീഅത്തിനെതിരാണെന്ന് മുസ്ലിം പണ്ഡിതന്മാർ ഫത്വ ഇറക്കിയപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ തെരുവിലിറങ്ങി. ഈ മൂല്യാക്കന്മാർക്ക് എന്തൊരു സ്വഭാവം, ഒന്നും കാണാൻ സമ്മതിക്കുന്നില്ല. സാനിയ മിർസാന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഈ സാധനം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഒരു ദിവസം ഈ വലിയ വിവാദമൊക്കെ നടത്തിയപ്പോ ഈ സാനിയ മിർസ, ഏതായാലും ഞാൻ ഒരു ദിവസം മലയാള മനോരമയുടെ ഫ്രണ്ടിൽ പേജിൽ സാനിയ മിർസാന്റെ ഫോട്ടോ ഞാൻ കണ്ടപ്പം വിചാരിച്ചു ആളുകൾ വെറുതെ അല്ല പറഞ്ഞ, കണ്ടപ്പോഴേ മനസ്സിലായി പട്ടയം കിട്ടാത്ത പ്രദേശമാണ് കൂടുതലും. ഞാൻ ഓർത്ത് ഈ പെണ്ണിനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോ ആ പെണ്ണിന്റെ ഫോട്ടോയുടെ പുറകിൽ വേറൊരു സാധനം നിൽക്കുന്നു. നോക്കിയപ്പോ ഇത് ഉടുത്തതിന്റെ പകുതി തുണി പോലും അതും എടുത്തിട്ടില്ല. ആരാന്നറിയാവോ? നസീമ മിർസ, അവളുടെ ഉമ്മ യാത്ര. ഉമ്മാക്ക് ഇത്ര അല്ലെങ്കിൽ പിന്നെ മോളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? പണ്ടത്തെ ആളുകൾ പറയും ഉമ്മ വേലിയാടിയാ മോള് മതിലിയാടുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാനിയ മിർസാനെ പോലും ലജ്ജിപ്പിക്കുന്ന വേഷവിധാനങ്ങൾ ആ മുസ്ലിം പെണ്ണിന് കല്യാണത്തിന്റെ സദസ്സിൽ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കല്യാണത്തിന് ഈ പെണ്ണുങ്ങൾ മുഴുവൻ പോകണം എന്തിനാ? പോകേണ്ട ആവശ്യമുണ്ടോ? ക്ഷണത്തിന് ഉത്തരം കൊടുക്കണം. ഒന്നുകിൽ പ്രായപൂർത്തിയായ ആമക്കളെ ഉടനെ ഓഡിറ്റോറിയത്തിൽ, ഇല്ലേ ഭർത്താക്കന്മാരോട് പോയിട്ട് വരാൻ പറയണം. ഇതല്ലെങ്കിൽ ഇനിയിപ്പോ പോകേണ്ടി വന്നോ, തലേ ദിവസം എങ്ങാനും കല്യാണ വീട്ടിൽ പർദ്ദയിട്ട് നല്ല രീതിയിൽ പോയിട്ട് വരണം. കല്യാണം എന്ന് കേട്ടാ പിന്നെ ചാകര മാതിരി അങ്ങടെ ഇറങ്ങല. ആഡിറ്റോറിയം നിറച്ച് ഈ കുളത്തിൽ വാൽമാക്കൾ കുഞ്ഞുങ്ങൾ കിടന്നിട്ട് പൊളയണ മാതിരി നിക്കാഹ് അങ്ങോട്ട് നടക്കും. ഇവിടെ വേറൊരു സൈസ് പരിപാടി നടക്കും. എന്നിട്ടോ ജീർണതകൾക്കെതിരെ ജിഹാഡ് മുടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഇവിടെ പോയി. നിക്കാഹിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിക്കാഹ് എന്താ? 10,000 പേരെ വിളിച്ചു കൂട്ടി 10,000 രൂപ ആഡിറ്റോറിയത്തിന് വാടകയും കൊടുത്ത് 5,000 രൂപ ടി വിക്കാരനും വീഡിയോയും കൊടുത്ത് തൊലിവെളുത്ത പെണ്ണുങ്ങളെ മുഴുവനും മുമ്പിൽ കൊണ്ടുപോയി ആഡിറ്റോറിയത്തിന്റെ മുൻപിലിരുത്തിയിട്ട് കുറെ താലയും കെട്ടിട്ട് നടത്തലാണ് നിക്കാഹ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ? 2 സാക്ഷികൾ അവരുടെ സാന്നിധ്യത്തിൽ പെണ്ണിന്റെ പിതാവ് വരന്റെ കയ്യിൽ പിടിച്ചിട്ട് കൊടുക്കണം, മോനെ എന്റെ മോളെ നിന്നെ ഏൽപ്പിച്ചേക്കാ, സൗജ തുക്ക വാങ്കഹു തുക്ക പറഞ്ഞ് ഏൽപ്പിക്കണം. തീർന്നു, അത്രേ ഉള്ളൂ നിക്കാഹ്. അല്ലാതെ ഈ പറഞ്ഞ കോലാഹലൊന്നും കല്യാണത്തിന് വേണ്ട. ഇത് പെണ്ണിന്റെ ചെറുക്കൻ ആങ്ങളെ ഇങ്ങനെ കാത്തിരിക്കും ആഡിറ്റോറിയത്തിന്റെ വേണ്ടി. പുതിയാപ്പിള വന്നങ്ങടെ ഇറങ്ങുമ്പോൾ ഈ ആങ്ങളയുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടാവും. അത് ഇതിനു മുമ്പ് കണ്ടിട്ടിരിക്കുന്ന പുരാണത്തിൽ ഹനുമാന്റെ കയ്യിലാണ്. ആ സാധനം എടുത്തിട്ട് ഇറങ്ങി വന്ന പുതിയാപ്പിളയുടെ കൈ കൊടുക്കും. ഇന്നാടാ പിടിച്ചോ, ഇതിനേക്കാളും വലിയ അതാപായി നിനക്ക് ഇതിന്റെ പുറകെ വരാൻ പോണത്. എന്റെ പെങ്ങള് ഇന്നാ നീ ഇത് പിടിച്ചോ. പൂച്ചണ്ട് കൊടുക്കല് ഏതടിസ്ഥാനത്തിൽ? അത് ഇസ്ലാമിക സംസ്കാരമാ. പിന്നീട് എന്താ കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ 1-2 ദിവസം കൊണ്ട് തീരുവോ ഈ സാധനം? കല്യാണത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അനാചാരങ്ങൾ നടക്കുന്നത് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്താലും ശരി. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയില്ല. നമ്മുടെ നാട്ടിലൊന്നുമില്ല. സ്ത്രീധനം ഏറ്റവും കൂടുതൽ എവിടെയാ? കൊല്ലം, തിരുവനന്തപുരം ജില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പൊ സ്ത്രീധനം മേടിക്കുന്ന എങ്ങനെയാ? എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ നാട്ടിൽ കുറെ കൂട്ടുകാരൻ, നമ്മുടെ ഒരു ബാച്ചിലർമാര്. ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ട് തിരിച്ചൊരു മൗമാർ പറഞ്ഞു, ഉസ്താദിന് കൊല്ലത്തൊക്കെ അല്ലേ ജോലി, എവിടെയൊക്കെ നല്ല സ്ത്രീധനം കിട്ടണം, നമുക്ക് പറ്റിയൊരു കേസ് വല്ലതും ഉണ്ടേ പറയണം. ഞാൻ മുന്നടാ പൊള്ള, എനിക്ക് ബ്രോക്കറിന്റെ ജോലിയൊന്നുമില്ല. അല്ല ഉസ്താദിന്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ പറയൂലോ. അപ്പൊ ഉസ്താദ് ഒന്ന് പറയണം. ഞാൻ പറഞ്ഞു ശരി പറയാം. അപ്പൊ നിന്റെ എന്താ ഡിമാൻഡ്? കല്യാണം കഴിഞ്ഞ ഡിമാൻഡ് ഉണ്ടല്ലോ, എന്താ ഡിമാൻഡ്? അവൻ ഉസ്താദെ വലിയ ഡിമാൻഡ് ഒന്നുമില്ല, അത്യാവശ്യം മൊഞ്ചത്തി ആയിരിക്കണം, പിന്നെ നാട്ടു നടപ്പ് പോലെ. ഞാൻ പറഞ്ഞു അതല്ല, നീ കാര്യം തെളിച്ച് പറയും. അത് ഉസ്താദെ അത്യാവശ്യം സൗന്ദര്യം വേണം, പിന്നെ ഏറ്റവും കുറഞ്ഞത് മഗ്‌രിബ് സുബഹി എങ്കിലും കിട്ടിയിരിക്കണം. ഞാൻ വിചാരിച്ചു അൽഹംദുലില്ലാ, ഏതായാലും പെണ്ണ് കെട്ടാൻ നേരത്ത് സുബഹി മഗ്‌രിബ് ഒന്നും ഖളാ ആകരുതെന്നൊക്കെ നിർബന്ധമുള്ള നല്ല പയ്യന്മാരാണല്ലോ. അപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നി, പടച്ചോനെ ഇവൻ ചേകന്നൂരിന്റെ ആളാണോ? മഗ്‌രിബ് സുബഹി മാത്രം ഖളാ ആകരുത്, ദുഹറും അസറും ഇശായും ഇവനില്ലേ? ഞാൻ ചോടെ നീ ചേകന്നൂരിന്റെ ആളാണോ? നീ മഗ്‌രിബ് സുബഹി മാത്രം കിട്ടണമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെയോ? അതൊന്നും ഖളായോ കുഴപ്പമില്ല. അപ്പം പറയാം ഉസ്താദെ ഞാൻ പറഞ്ഞ നിസ്കാരത്തിന്റെ കാര്യമില്ല, പിന്നെയോ ഞാൻ പറഞ്ഞ സ്ത്രീധനത്തിന്റെ കാര്യമാണ്. മഗ്‌രിബ് സുബഹി എങ്കിലും കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞാൽ മഗ്‌രിബ് 3 റക്അത്ത്, സുബഹി 2 റക്അത്ത്, 3 × 2 5 ലക്ഷം രൂപ കിട്ടണമെന്ന്. ഇപ്പൊ ചോദ്യം അങ്ങനെയാ. കോഡാണ് സ്ത്രീധനത്തിന്റെ പുതിയ കോഡ്. മഗ്‌രിബ് സുബഹി, മഗ്‌രിബ് 3, സുബഹി 2, 3 × 2 5 ലക്ഷം രൂപ കിട്ടണം. ബ്രോക്കർ ചോദിക്കടാ നിനക്ക് എത്ര വേണം? ഞാൻ ഫാമിലി ആയിട്ട് ദുബൈയിലല്ലേ കുറെ നാളായിട്ട്, ഇരിക്കട്ടെ മഗ്‌രിബും ലൊഹറും അസറും സുബഹിയും 10 ലക്ഷം. വേറെത്തിനോട് പോക്കയ്ക്ക് നിനക്ക് എത്ര വേണോടാ? ഞാനോ എന്റെ വാപ്പായും ഉമ്മായും ഗവൺമെന്റ് എഞ്ചിനീയർമാരല്ലേ, ഇരിക്കട്ടെ തറാവീഹ് 20 ലക്ഷം. ഏറ്റവും കൂടുതൽ വിവാഹത്തിന്റെ പേരിൽ ജീർണതകൾ നടക്കുന്ന ഈ 2 ജില്ലയിലാണ്, കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലും. അത് വിവാഹം കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് കല്യാണം തീരുവോ? പിന്നെ കല്യാണം ചെറുക്കനെ കെട്ടിക്കൊണ്ടുപോയി, പിന്നെ കുറെ കഴിയുമ്പോ എന്തോ അടുക്കള കാണലെന്നോ, പിന്നെ അവിടെ നിന്ന് പെണ്ണിനെ കെട്ടിക്കൊണ്ട് ചെറുക്കനങ്ങ് പോയാൽ പിന്നെ ഒരു വലിയൊരു ജീപ്പും വാടകയ്ക്ക് വിളിച്ച് അതിന്റെ മയിൽ മുകളിൽ ഒരു സന്തൂക്ക് കെട്ടിലും കെട്ടിക്കൊണ്ട് പുള്ള വാപ്പ പോവുക. എങ്ങോട്ട്? അടുക്കള കാണല്, ബാത്റൂം കാണല്, പിന്നെ 9 മാസത്തിൽ പള്ള കാണല്, പിന്നെ ഇവിടെ ഒക്കെ കാണുമെന്തോ.
കല്യാണത്തിന്റെ പേരിലുള്ള ആർഭാടങ്ങളായതൊക്കെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തെന്താ വിവാഹത്തിന്റെ കാര്യത്തിൽ? ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സുഹ്റാനെ അലി റളിയല്ലാഹു തആല വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ പ്രവാചകൻ സ്വീകരിച്ച നിലപാടെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന്റെ സുന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. ദാടി വെക്കലോ തെറ്റുവെക്കലോ